ഇന്ന് ഇവൻ്റെ ആദ്യത്തെ ദിവസമാണ് ഗെനീനായിട്ടുള്ള. അപ്പോൾ ഇവൻ നേരെ തന്നെ അക്കാദമിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈം തന്നെ സാക്കുറ എന്ന് പറയുന്ന ഒരു കുട്ടീനെയും അതേപോലെ ഇനോ എന്ന് പറയുന്ന ഒരു കുട്ടീനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഏത് കാര്യത്തിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നറൂട്ടോയ്ക്ക് ആണെങ്കിൽ സാക്കുറാനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സാക്കുറയ്ക്ക് സാസുക്കേനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോബിൽ കൂടെ ഹൊക്കാഗമാരും ജോനീൻസ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി കാണുന്നുണ്ട്. എന്നിട്ട് സാസുക്കേനെ കുറിച്ചാണ് പറയണത്. സാസുക്കെ ഉച്ചിയ, അവനാണ് ഉച്ചിയ ക്ലാനിലെ അവസാനത്തെ മെമ്പർ. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്, അവൻ മാത്രമാണ് ഉള്ളത് എന്നുള്ള രീതി പറയാണ്. അപ്പം നറൂട്ടോ ആണെങ്കിൽ ബെഞ്ചിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് സാസുക്കേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ മനസ്സിൽ പറയുന്നുണ്ട്, സാക്കുറ എന്തിനാണ് സാസുക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, നമ്മുടെ ആരുടെയും ഇതിലില്ലാത്ത എന്താണ് അവൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണും നോക്കിയിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കൊണ്ടാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന പയ്യനെ അറിയാതെ തട്ടുക. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ലിപ് കിസ് നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പറയണ്ടല്ലോ, സാസുക്കേനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അവിടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി നറൂട്ടോനെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഇറോക്ക സെൻസെ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. ഓരോ ഗ്രൂപ്പിലും 3 പേരും പിന്നെ ഒരു ജോനീനായിട്ടുള്ള ഒരാളുണ്ടാവും. അവരായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എല്ലാ മിഷൻസിനും പോകാൻ വേണ്ടി. അങ്ങനെ പറയാണ്. ടീം 7 നറൂട്ടോ, അതുപോലെ തന്നെ സാക്കുറ, അതുപോലെ സാസുക്കെ. അപ്പോൾ ഇവർ 3 പേരാണുള്ളത്. അപ്പോൾ ഇവർ 3 പേരും ആണ് ടീം 7. അതുപോലെ തന്നെ ടീം 8 ഹിനാട്ട ഹ്യൂഗ, ഹീബ ഇനുസുക്ക, അതുപോലെ ഷിനോ അബുറാമ. ഇവർ 3 ടീം 8 വരുന്നത്. അതുപോലെ തന്നെ ടീം 10 വരുന്നതാണ് ഇനോ യമനാക്ക, ഷിക്കമാറോ നാറ, പിന്നെ ചോച്ചി അക്കിമിച്ചി. അപ്പോൾ ഇവർ 3 പേരാണ് ടീം 10 വരുന്നത്. നമ്മുടെ നാറൂട്ടോയ്ക്കാണെങ്കിൽ സാക്കുറ അവൻ്റെ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ സാക്കുറയ്ക്കാണെങ്കിൽ സാസുക്കെ അവളുടെ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ സാസുക്കേനെ ഇഷ്ടമില്ലാത്ത നാറൂട്ടോ ആണെങ്കിൽ പറയുന്നുണ്ട് സെൻസേയുടെ അടുത്ത്, എനിക്ക് എന്തായാലും സാസുക്കേരൊപ്പം ഇരിക്കേണ്ട, എങ്ങനെയെങ്കിലും അവനെ ടീമിൽ നിന്ന് മാറ്റിക്കൂടെ, എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. നീ ഓൾറെഡി അക്കാദമിയിലെ എല്ലാ എക്സാമിലും ഭയങ്കര മാർക്ക് കുറവാണ്. സാസുക്കെ ആണെങ്കിൽ നല്ല മാർക്ക് കൂടുതൽ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് കുറവുള്ള ഒരാളുടെ ഒപ്പം മാർക്ക് കൂടിയ ആളെയാണ് നമ്മൾ ആഡ് ചെയ്യുക, എന്നാലേ ബാലൻസ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ സാക്കുറ ആണെങ്കിൽ സാസുക്കേനെ അന്വേഷിച്ച് നടക്കുകയാണ്. നറൂട്ടോ സാക്കുറേൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമല്ലോ, നമ്മൾ ഒരേ ടീമല്ലേ എന്നൊക്കെ പറയുമ്പോൾ സാക്കുറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ ഭയങ്കര ശല്യപ്പെടുത്തലാണ്, നീ ഇവിടെ നിന്ന് പൊക്കോ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നറൂട്ടോയ്ക്ക് വിഷമം. അങ്ങനെ ഇവൻ സാസുക്കേനെ കാണുകയാണ്. അപ്പോൾ സാസുക്കേനെ ഓടിപ്പോയി അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇവൻ 6-7 ഷാഡോ ക്ലോൺസിനെ ഉണ്ടാക്കിയിട്ട് സാസുക്കേനെ ആണെങ്കിൽ അടിച്ച് കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ സാസുക്കെ ഇതൊക്കെ ചിന്തിക്കുകയാണ്, അവൻ എങ്ങനെ 6-7 ഷാഡോ ക്ലോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ ഒരെണ്ണം തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചക്ര നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ആയിട്ടാണ് പോവുക. അപ്പോൾ ഇവൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവനെ കെട്ടിയിട്ടിട്ട് ഇവനാണെങ്കിൽ സാസുക്കേയുടെ വേഷത്തിൽ മാറി നേരെ സാക്കുറയുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് സംസാരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ കിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ ടൈമിൽ തന്നെ നറൂട്ടോയുടെ വയറിനാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ അവൻ നേരെ കക്കൂസിൽ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് ശരിക്കുള്ള സാസുക്കെ സാക്കുറയുടെ മുന്നിൽ കൂടെ നടന്നു പോവുക. അപ്പോൾ സാക്കുറയാണെങ്കിൽ സാസുക്കേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാസുക്കെ ചോദിക്കുന്നുണ്ട്, നറൂട്ടോ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നറൂട്ടോനെ കുറിച്ച് പറയുന്നുണ്ട് സാക്കുറ, അവനാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടമില്ലാത്തത്. അതുപോലെ അവൻ ഒരു സെൽഫിഷൊക്കെ ആയിട്ടാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാണ്ട് എലോങ് ആയിട്ട് വളരുന്ന ആൾക്കാരൊന്നും അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സാസുക്കയ്ക്ക് ദേഷ്യം വരും. കാരണം സാസുക്കെ ആണെങ്കിൽ ഓൾറെഡി അവന് എലോങ് ആയിട്ട് ഒറ്റയ്ക്കാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് പറയും, നീ ഭയങ്കര വെറുപ്പീരാണ്, ഭയങ്കര ശല്യപ്പെടുത്തലാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമാവും. അപ്പോൾ ഇതേ സമയത്താണ് നറൂട്ടോ ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത്, വേഷം മാറി പിന്നും സാസുക്കെ ആയിട്ട് പോവാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് സാസുക്കേനെ അവൻ നേരിട്ട് കാണാം. അപ്പോൾ സാസുക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ ഞാൻ എസ്കേപ്പ് ജുട്സു ഉപയോഗിച്ച് രക്ഷപ്പെട്ടു, അതൊരു ബേസിക് ടെക്നിക്കാണ് എന്നൊക്കെ പറയും. നീ എന്തുകൊണ്ട് എൻ്റെ രീതി വേഷം മാറിയിട്ട് നടക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാന്ന് പറയാം. അപ്പോൾ ഇതേ സമയം തന്നെ അതെനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നും ഷാഡോ ക്ലോൺ ഉണ്ടാക്കിയിട്ട് പിന്നും ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതേസമയം പിന്നും വയറിന് പണി കിട്ടും. അപ്പോൾ 6 നറൂട്ടോ ഉണ്ട്, 6 എണ്ണത്തിനും വയറിന് പണി കിട്ടുന്നതുകൊണ്ട് തന്നെ 6 നേരെ ബാത്റൂമിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ടൈമിലാണ് 3rd ഹോക്കാഗെ നമ്മുടെ നറൂട്ടോയുടെ വീടും എല്ലാതും ജോനീനായിട്ടുള്ള കക്കാശീനെ വിളിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇതാണ് നറൂട്ടോയുടെ വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ ഒരു പാല് കുടിക്കുന്ന പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് കക്കാശി പറയുന്നുണ്ട്, എന്തായാലും ഇതിൽ നിന്ന് ഒരു സിപ്പ് കുടിച്ചു കഴിഞ്ഞാൽ അവന് ബാത്റൂമിൽ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ള രീതി പറയാൻ.